സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. ഇടത് സർക്കാരിന്റെ പുതു കാൽവയ്പ് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സർക്കാർ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ചർച്ചകൾ നടത്തുകയും അതിന്റെ പ്രായോഗിക ആവിഷ്കാരത്തിന് സഹായകരമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത എല്ലാ ബഹുമാന്യരായ സാമാജികർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ബില്ല് പാസ്സാക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ പാസ്സാക്കണം. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. എന്നാൽ ബിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിന് ഇടയാക്കുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഗൗരവമായ പരിശോധന നടത്തണമെന്നും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നമ്മൾ ഇത് കൊണ്ടുവരുമ്പോൾ അത് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസുകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഞങ്ങൾക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഹൗസിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷത്തോടെ നിങ്ങൾ പാസ്സാക്കുക. ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അതിനെ എതിർക്കുന്നില്ല. അതേസമയം സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച AISF സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം തീർത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് സർക്കാരിനോട് CAG. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 നഷ്ടത്തിലാണ്. 2016 ശേഷം ഓഡിറ്റ് രേഖകൾ ഒന്നും KSRTC സമർപ്പിച്ചിട്ടില്ല എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ നിക്ഷേപകരുടെ സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നയരേഖയിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകളായി അടച്ചുപൂട്ടലിന്റെ വക്കിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്തിന് പണം ചെലവാക്കുന്നു എന്ന് കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ് ജനറലും ചോദിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ദയനീയാവസ്ഥയുടെ കണക്കുകൾ ഇങ്ങനെ: സംസ്ഥാനത്ത് ആകെയുള്ളത് 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്നത് 77 എണ്ണം. ആകെ നഷ്ടം കണക്കാക്കുന്നത് 18,026 കോടി രൂപ. 2020 മുതൽ 23 വരെയുള്ള രേഖകൾ പരിശോധിച്ചാണ് CIGയുടെ കണ്ടെത്തൽ. 18 സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. നഷ്ടത്തിൽ നിന്ന് കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളിവിടാതെ അടച്ചുപൂട്ടൽ നടപടികൾ സർക്കാർ ഊർജിതമാക്കണമെന്നാണ് ശുപാർശ. ബിസിനസ് മോഡലിൽ ആഴത്തിലുള്ള പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് CAG സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു. കൂട്ടത്തിൽ 58 സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയാണെന്ന ആശ്വാസവും റിപ്പോർട്ടിലുണ്ട്. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ പ്രവർത്തനത്തിൽ അതിരൂക്ഷ വിമർശനവും കൂട്ടത്തിലുണ്ട്. 2016 ശേഷം KSRTC ഓഡിറ്റ് രേഖകൾ സമർപ്പിച്ചിട്ടില്ല. KMMLന്റെ പർച്ചേസ് ക്രമക്കേടുകളും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.